കോടതിക്ക് വഴങ്ങുമോ ജി സുധാകരൻ? എല്ലാവർക്കും നമസ്കാരം. ക്ഷണപ്രകാരം വന്ന എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി എന്നെപ്പറ്റി പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിന്റ് മീഡിയയിലും വരുന്നുണ്ടായിരുന്നു, ഇലക്ട്രോണിക് മീഡിയയിലാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പറയാത്ത കാര്യങ്ങളും പലരും കൊടുത്തു, ഞാൻ അറിയാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു മാധ്യമത്തോടും ഞാൻ മത്സരിക്കുന്നുവെന്ന് ഇതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിനോടും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോട് ഞാൻ മത്സരിക്കുന്നതായി അറിയിച്ചിട്ടില്ല. ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ആമുഖമായി പറയുകയാണ്. പക്ഷെ ഞാൻ കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ സംസാരിച്ചല്ല ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന പ്രചരണം ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നു എൻ്റെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ദേശാഭിമാനിയോട് ചെല്ലൽ കൊടുത്തിരിക്കുക. ദേശാഭിമാനി പിന്നെ എൻ്റെ വാർത്തകൾ പൊതുവെ കൊടുക്കാറില്ല. ഇത് മാത്രമല്ല, ഇതിനൊട്ടും കൊടുക്കില്ല, ഒന്നും കൊടുക്കാറില്ല. എൻ്റെ വാർത്തകൾ കൊടുക്കില്ല. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നിർമ്മിച്ച പെരുമ്പളം പാലത്തെ പറ്റി 5-6 റിപ്പോർട്ട് ദേശാഭിമാനി വന്നു. ഒരിക്കൽ പോലും ഇത് ജി സുധാകരൻ മരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ ആവിഷ്കരിച്ചതെന്ന് അവർ പറയാൻ തയ്യാറായിട്ടുണ്ട്. നേരത്തെ അറിയാനാണ്. അതൊന്നും ആ റിപ്പോർട്ടർമാർ പാലിക്കുന്നില്ല. പത്രാധിപർ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തത്. അപ്പോൾ അകലെയുള്ള ഒരു സഹോദരൻ അവർ സ്വാഭാവികമായിട്ടും എന്നെപ്പറ്റി ഈ കാര്യം റിപ്പോർട്ട് ചെയ്യത്തില്ല. അല്ലാതെ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കുറേ കാലമായിട്ട് എൻ്റെ കാലാണ്. അപ്പോൾ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നുവെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ പാർട്ടി നേതാക്കൾ ദൗത്യവുമായി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രചാരണം. ഒരു ദൗത്യവുമായി ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ബേബി MA ബേബി എന്നോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സംസാരിച്ചത്. അതിന് മുമ്പ് സംസാരിച്ചാൽ ഇന്നലെയാണ് സംസാരിച്ചത്. ഇവിടെ അദ്ദേഹം ഭാര്യ ഇവിടെ വന്ന് ഊണം കഴിച്ചിട്ട് പോയി. എന്നാലും ഞങ്ങളിതൊന്നും സംസാരിച്ചില്ല. എന്നാലും ടെലിഫോണിൽ സംസാരിച്ചു ഡൽഹിയിൽ. അത് കഴിഞ്ഞാണ് നാസറുടെ നേതൃത്വത്തിൽ സുജാതയടക്കം അവരൊരു 10-12 സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ചന്ദ്രബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും വന്നത്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പായിരിക്കണം സുജാതയും ഹരിശങ്കറും വന്നു. സുജാത എൻ്റെ ബന്ധുവാണ്, ഹരിശങ്കർ എൻ്റെ അനന്തരവരുടെ ഭർത്താവാണ്. അവർ രണ്ടും ഇവിടെ വന്നിരുന്നു. ഹരിശങ്കർ ഒന്നും സംസാരിച്ചില്ല. സുജാത രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അവർ പോവുകയും ചെയ്തു. വേറെ ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇതെല്ലാം ഈ അടുത്ത ദിവസങ്ങളിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പ്രചരണങ്ങളാണെന്ന് ഞാൻ പറയുകയാണ്. ഒരു ദൗത്യവുമായി ആരും വന്നിട്ടില്ല. ദൗത്യവുമായി വരേണ്ടതായ സാഹചര്യങ്ങളില്ല.